ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ പറയാണ്ട് തന്നെ അറിയാം. ഒരു കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മേലത്തെ ആഴ്ചയിലൊക്കെ ആയിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു കമൻറ്റിൽ. അപ്പോൾ ഇന്ന് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊന്നും പതിവ് പോലല്ല കേട്ടോ. എനിക്ക് രാവിലെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഒരു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ റഫീഖ വീട്ടിലുണ്ട്, വാവയുണ്ട്. അപ്പോൾ ഞാനിതാ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എന്തായാലും നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കലുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ പതിവ് പോലെ തന്നെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിനൊക്കെയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കട്ടെ. കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിലൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. ബിരിയാണിക്കുള്ള മസാലയ്ക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ വേവിക്കൂലേ, അങ്ങനത്തെ കാര്യങ്ങൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. ഞാനില്ലേ റഫീഖാക്ക് നമ്മൾ എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും കല്യാണം കഴിഞ്ഞ് ആ ഒരു ഫസ്റ്റ് മുതൽ എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കലുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ചോക്ലേറ്റ് ആണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അറിയാമല്ലോ റഫീഖ നടുവേദനായിട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചാൻസും ഉണ്ടായിട്ടില്ല ഗിഫ്റ്റൊക്കെ വാങ്ങാൻ പോകാനും ഒന്നുമുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പോയിട്ട് റഫീഖക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പോയ ദിവസമാണ് കേട്ടത്. ഇതെന്നാന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞാൻ നെസ്റ്റോയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോയി. അത് ഞാൻ പിന്നീട് കാണിക്കാം, പിന്നീട് വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അന്ന് സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് വേഗം എസ്കാഡയിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റഫീഖക്ക് ഒരു പാൻറ് ഷർട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം എടുത്തിട്ട് വേഗം പോകണം. ഞാനിവിടെ കുറച്ച് സമയം വൈകിയാൽ റഫീഖയ്ക്ക് പിടികിട്ടും. അപ്പോൾ അത്രയും സമയം നമ്മൾ നെസ്റ്റോയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വേഗം ഇവിടുന്നും സാധനം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം റഫീഖ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കാര്യം അതെനിക്കറിയാം. കാര്യം എന്തായാലും പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ ഞാനും പുറത്ത് പോയിട്ടില്ല. ഒരു ദിവസം അർജൻറ്റായിട്ട് കുറച്ച് സാധനങ്ങൾ തീർന്നപ്പോൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നു. അന്ന് എനിക്കൊന്നും വാങ്ങാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അത് കുറേ നാൾ മുന്നായിരുന്നു. പിന്നെ ഇന്നാണ് കേട്ടോ ജസ്റ്റ് ഏട്ടത്തിയും മക്കളൊക്കെ വന്നപ്പോൾ അവരെ കൂടെ എനിക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ് കേട്ടോ. ഞാൻ സ്റ്റോറിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അപ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് ഇനിയൊരു സാഹചര്യം എനിക്കില്ല കേട്ടോ. ഇത് ഒരാഴ്ച മുമ്പാണ് കേട്ടോ. ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഞാനിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഒരു പാൻറ്റും ഷർട്ടും നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേഗം കിട്ടി. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ രണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് മാറ്റാം കേട്ടോ. അതിന് പ്രശ്നമൊന്നുമില്ല. അത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. നമ്മുടെ ടൗൺ തന്നെ അല്ലേ, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഇത് കൊണ്ടുപോയിട്ട് നല്ല സേഫായിട്ട് വീട്ടിൽ എവിടെയെങ്കിലും എടുത്തു വെക്കണം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇനി എൻ്റെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. ആവോലി ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു പായസം കൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാധാരണ ഞങ്ങൾ രാവിലെ ആരെങ്കിലും ഒരാൾ രാവിലെ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാനാണ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് രാവിലെ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായിരുന്നു. കൊടുക്കാൻ പറ്റാത്തത് ഒന്നാമത് എനിക്ക് വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേഗം കൊടുത്തിട്ട് പോകാമല്ലോ. അപ്പോൾ രാവിലെ അർജൻറ്റ് വീഡിയോ തീർക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്കത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സമയം നീണ്ടു പോയതാണ്. അപ്പോൾ നമ്മൾ മസാല സെറ്റായി. ഇനിയിപ്പോൾ റൈസും കുക്കറിൽ ഞാൻ 1 കിലോ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒറ്റ കുക്കറിൽ ഉണ്ടാക്കിയാൽ മതിയാവും. ഇപ്പോൾ റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റോറത്തെ ആ ഒരു അരി കഴുകുന്ന പാത്രമാണ് കേട്ടോ. അടിപൊളി പാത്രമാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ.
അപ്പോൾ ഇനി നെയ്ച്ചോറും ഇവിടെ വിസിലടിച്ച് വരട്ടെ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഗിഫ്റ്റ് റഫീഖക്ക് കൊടുക്കാനുള്ളൊരു സാഹചര്യം നോക്കട്ടെ കേട്ടോ, റഫീഖ് എന്തെടുക്കുകയെന്ന്. അപ്പം ഞാൻ കുറേ നോക്കി, റഫീഖ റൂമിലായിരുന്നു. ഇപ്പോൾ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാൻസിൽ നമുക്ക് കൊടുക്കാം. അതൊക്കെ ഉണ്ട്. ഫസ്റ്റത്തെ വീഡിയോ കാണിക്കണ്ടോ? അതിൻ്റെ ഞാൻ കാണിച്ചിട്ടില്ല. നോക്കിക്കോ, കുഴപ്പമില്ല. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. സദ്യയാണോ ചെയ്ത്? ഞാൻ ഒറ്റക്ക് എനിക്ക് മാത്രം ഞാൻ തിരിച്ചറിയില്ലല്ലോ. നോക്കിക്കോ, അത് അന്ന് ഒരു ഗിഫ്റ്റ് തന്നില്ല, അത് തന്നില്ലേ അവര്. മറ്റേ ഇവരില്ല അന്ന് അയച്ചെന്ന് എന്താ പേൾ ആൻഡ് പെറ്റൽസ് ആയിഷ് എന്ന് പറഞ്ഞിട്ട് അവര്. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. അല്ല ഇതില് ഇതൊക്കെ അവര് ചെയ്തു തന്നത്. പാൻറ് ഷർട്ട് ഞാൻ വാങ്ങിച്ച് അങ്ങനെ ബോക്സ് ഒക്കെ വരും. അതൊക്കെ ഒരു സെറ്റ് ചെയ്ത് തന്നു. അവരിങ്ങോട്ട് അയച്ചു തന്നു. എങ്ങനെയുണ്ട്? ഇവിടെ കിടക്കുന്ന നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും വന്നത്. ഇഷ്ടായോ? ഷർട്ട് നോക്ക്. ഭംഗിയുണ്ടല്ലേ? മാറ്റിക്കാം. ബ്ലാക്ക് ബ്ലൂ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ബ്ലാക്ക് എടുത്തു. കുഞ്ഞുമോനല്ല, അളിയനൊക്കെ സാധനം വാങ്ങാൻ പോയപ്പോ. അല്ലാണ്ട് എന്ന് എവിടെ? പണ്ടോ? ഒരു മാസം മുമ്പോ? ഇത് സാധനം വാങ്ങാൻ പോയില്ലേ നെസ്റ്റോല് അന്ന്. സ്പീഡ് ഓപ്പൺ ആക്ക്, ഫുൾ ഓപ്പൺ ആക്ക്. ഒരു ഷർട്ടിൽ തന്നെ നിൽക്കുക. ഷർട്ട് അടിപൊളിയാ. നോക്ക്, ഓപ്പൺ ആക്ക്. നല്ല ഭംഗിയിൽ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? ഇവരൊരു ഗിഫ്റ്റ് കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് തന്നതാണ്, വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സ്പ്രേയാ? നല്ലതാ. കാണിക്ക്. ഒരുമിച്ച് കാണിച്ചേ. സ്മെല്ല് നല്ലതാ പറയണേ. വാലറ്റ് ഇതിലവര് നെയിം എഴുതി തരും കേട്ടോ. എൻ്റെ നെയിം അല്ലെങ്കിൽ നിങ്ങളെ നെയിം വേണ്ട എഴുതി തരും. ഞാൻ നെയിം വേണ്ടെന്ന് പറഞ്ഞു. ഒന്നും എഴുതണ്ടായിരുന്നു, പ്ലെയിൻ. അപ്പൊ എന്തായാലും ഞാനെല്ലാം കഴിക്കുമല്ലോ.
സലീംകുമാർ പറഞ്ഞാൽ അതന്നെ ഉള്ളൂലേ. Happy anniversary, my love. Every moment with you has been a blessing, and I am so grateful for the beautiful life we have built together. You have shown me what love truly means. Your kindness, patience, and unwavering support are everything I have ever dreamed of. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്. ഇത് ഈ ഹാമ്പർ നമ്മൾ സെറ്റാക്കിയത്, ഗിഫ്റ്റ് ഹാമ്പർ സെറ്റാക്കിയത് പേൾ ആൻഡ് പെറ്റൽ ബൈ ആയുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അവർക്ക് ഇങ്ങനെ ഒന്ന് ഞാൻ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. മുന്നേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ടേബിളിൽ വെക്കുന്ന ആ ഒരു ഖുർആൻ്റെ എഴുത്തൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ഓർമ്മ ഉണ്ടാവും കുറേ പേർക്കൊക്കെ. അപ്പോൾ അവർ തന്നെയാണ് കേട്ടോ നമുക്കിത് ചെയ്തു തന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അവർ വെച്ചു. ഞാൻ റഫീഖാൻ്റെ ഡ്രസ്സ് പിന്നെ വാച്ച് അത് ഞാനിതിലേക്ക് അവർ തന്നിട്ടിൻ്റെ ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അത് നമ്മൾ അങ്ങോട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരെന്നെ അതിൽ വെച്ചിട്ട് നമുക്ക് സെറ്റായിട്ടും അങ്ങനെയും തരും കേട്ടോ. I hope this journey continues till the last breath because of the way you love me, touch my heart and soul, and complete my life. Happy anniversary, love. നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫോട്ടോ ഉള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ അവർ എനിക്കൊരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് അവരുടെ സൈഡിൽ നിന്ന് വെച്ച് തന്നതാണ് കേട്ടോ ഇത്. മറ്റേ നമ്മൾ പിന്നെ ഓർഡർ ആക്കിയതാണല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനൊരു ചെറിയൊരു ബോക്സ്, അതിൽ കുറച്ച് കമ്മലുകളാണ് കേട്ടോ. ഈ ജുംക്കയും സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരു 2 സെറ്റ് ജുംക്ക വന്നിട്ടുണ്ട്, ഒരു സ്റ്റഡ് കമ്മൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് ശരിക്കും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ചെറിയൊരു ബർത്ത്ഡേ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലേ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യിപ്പിച്ചാലും മതി കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് മാത്രമാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ഐറ്റംസ് അവരുടെ ഉണ്ട്. നിങ്ങൾ അവരെ പേജ് ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ. നമ്മൾ ബർത്ത്ഡേക്ക് ഇതുപോലെ വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് ഒക്കെ നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ ഖുർആൻ എന്താ പറയുക എഴുത്തുകൾ, പിന്നെ മുസല്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇനിയും പറയുന്നില്ല. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. അതിലൊരു റിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് പാകം ഉണ്ടാവും പാകില്ല ആ ഒരു പ്രശ്നം വരുന്നില്ല. എന്തായാലും നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് സംഭവം കാണാനായിട്ട്. എല്ലാം റഫീഖക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ അടിപൊളിയായിരുന്നു. സാധാരണ ഷൂ ഒക്കെ കൊടുത്താൽ റഫീഖ് റിട്ടേൺ ആക്കും കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ ഷൂ കൊടുത്തില്ലേ, അത് റഫീഖ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടാന്ന് പറഞ്ഞിട്ട്. സമ്മതിക്കൂല കേട്ടോ. ഷൂ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിക്കൊടുത്താൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യൂല, വേണ്ടാന്നാണ് പറയുക. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങനത്തെ ഒന്നും വാങ്ങൂല കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വാച്ചും റഫീഖക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് വാച്ചായിരുന്നു ടിസോട്ടിൻ്റെ. അതും നല്ലോണം ഇഷ്ടമായിട്ട്. ഞാൻ വിചാരിച്ചു മിക്കവാറും അതും വേണ്ടാന്ന് വെക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഷൂ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, വാച്ചും നല്ല ഇഷ്ടമായി. പിന്നെ ഡ്രസ്സ് എന്തായാലും നമ്മൾ എല്ലാ തവണയും ഞാൻ കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണി ഇവിടെ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ദം ചെയ്ത് നമ്മൾ ബിരിയാണി സെറ്റായിട്ടോ. ഇനി ഒരു പായസം കൂടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ സാബൂനരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. റഫീഖ് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ വരാം കേട്ടോ.
കുഞ്ഞു അവിടെ ഒരു ആ ഷെൽഫിൽ ഒരു ഫയൽ ഉണ്ടാകുന്നത് ഫസ്റ്റ് ഷെൽഫിൽ ലിവിംഗ് റൂമിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഞെട്ടി നല്ല നല്ല ത്രില്ലായിട്ട് നിൽക്കുകയാണ്. കുറേ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. പക്ഷേ അത് എങ്ങനെ റഫീഖ ഒപ്പിച്ചു, എങ്ങനെ കൊണ്ടുവന്നു എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ചോദിച്ചു നോക്കട്ടെ ഒന്നുകൂടെ. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. നമുക്ക് അടുപ്പത്ത് സാധനം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് പോകാനുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, അൺബോക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. സർപ്രൈസ് അല്ലേ? അതൊന്നും പറയില്ല. പിന്നെ പറഞ്ഞു അപ്പോൾ നമ്മളെ പായസത്തിനുള്ള, അതായത് സാബുനരി വേവിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള സാബുനരി ഇല്ലേ, എന്താ പറയുക, സാബുദാന എന്നൊക്കെ പറയും കേട്ടോ, അത് 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ഊറ്റിയെടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക്, വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് ഒരു 1/4 കപ്പ് ഞാൻ നല്ല തിക്ക് പാല്, തേങ്ങാപ്പാൽ കേട്ടോ, തേങ്ങാപ്പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും തേങ്ങാപ്പാലൊക്കെ പിരിഞ്ഞു പോവും. പാല് പോലെയല്ലല്ലോ തേങ്ങാപ്പാൽ, അങ്ങനെ. അപ്പോൾ ആ സാബുനരി ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് അവിടെ തിളച്ച് വേവട്ടെ. ആ ഒരു ക്രിസ്റ്റൽ പോലെയാവണം കേട്ടോ, ഓരോന്നും ഇങ്ങനെ ഗ്ലാസ് പോലെ ആയി വരണം, വൈറ്റ് കളറിൽ നിന്ന്. അപ്പോൾ അതവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതാ നമ്മുടെ പൈനാപ്പിളില്ലേ, പൈനാപ്പിൾ പായസമാണ്. പൈനാപ്പിൾ പ്രഥമനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, പാൽപ്പായസമല്ല, ശർക്കര ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. പൈനാപ്പിൾ പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ളത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുടെ കണ്ടു നോക്കുക, പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ശർക്കര ഒഴിച്ചിട്ട് ആ രീതിയിലൊന്ന് പരീക്ഷിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ശർക്കരപ്പാനി ഉരുക്കിയതില്ലേ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുക്കറിൽ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത് മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടിച്ചിട്ട് ഒന്ന് സിമ്മിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും. വെള്ളം അധികം ഒന്നും ഒഴിച്ച് കൊടുക്കരുതേ. പിന്നെ ഇതാ ശർക്കരപ്പാനി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൈനാപ്പിൾ മൊത്തമായിട്ട്, അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം അടക്കം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിക്കോട്ടെ, ഒന്ന് വരണ്ട് വരട്ടെ, ഒരുപാട് ആവണ്ട. പിന്നെ നമ്മൾ സാബുനരി അവിടെ വേവുന്നുണ്ടല്ലോ, അതിൻ്റെ തിക്നെസ്സും ഇതിൻ്റെ തിക്നെസ്സും ഒക്കെ കറക്റ്റാക്കി എടുക്കണം കേട്ടോ. കാര്യം നമ്മൾ ഇത് രണ്ടും ഒരുമിച്ചിട്ട് വേവിക്കാൻ പാടില്ല. അറിയാലോ, തേങ്ങാപ്പാലിലേക്ക് ഈ പൈനാപ്പിൾ ചെന്ന് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് തണുത്തതിന് ശേഷമാണ് രണ്ടും ഒരുമിച്ചാക്കുന്നത്. അപ്പോൾ ഇത് ടൈറ്റ് ആവുമോ അല്ലെങ്കിൽ ലൂസായി പോവോ എന്നുള്ളത് നമ്മളെ മൈൻഡിൽ കാണണം കേട്ടോ. അപ്പോൾ ആ പൈനാപ്പിളൊക്കെ ശർക്കരയിൽ വരണ്ട് വന്നതിന് ശേഷം ഒന്ന് തിളച്ച് ഏകദേശം ഒന്ന് കുറുകിയെന്ന് എനിക്ക് മനസ്സിലായി വന്ന സമയത്ത് ഞാൻ ഏലക്കപ്പൊടിയും ഒരു 2 പിഞ്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന്
തണുത്ത് വരട്ടെ കേട്ടോ. ഒരു ഇളം ചൂട്, ലൈറ്റ് ചൂട് കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ആയിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ നമ്മുടെ സാബൂനരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. വെന്ത് വന്നതിന് ശേഷം ഞാൻ കട്ടിയുള്ള 3 തേങ്ങേൻ്റെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്കാണ് എടുത്തിട്ടുള്ളത്. 2ഉം 3ഉം പാലൊന്നും വേണ്ട, ഒറ്റ പാലെടുത്താൽ മതി കേട്ടോ. അതെടുത്തിട്ട് വെന്ത് വന്നതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. തിളപ്പിക്കേണ്ട കാര്യമില്ല. തേങ്ങാപ്പാൽ അധികം തിളച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒന്നിങ്ങ് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി ഈ സാബൂനരിൻ്റെ മിക്സും ഈ പാൽ മിക്സ് ഉണ്ടല്ലോ, ഇതും തണുത്ത് വരട്ടെ. പൈനാപ്പിളിൻ്റെ മിക്സും തണുത്ത് വരട്ടെ. അതിന് ശേഷം രണ്ടും യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇതാ രണ്ടും തണുത്ത് വന്നതിന് ശേഷം ഞാനിതാ നമ്മുടെ പാൽ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ട് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു പായസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉച്ചത്തേക്കാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കട്ടോ. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെച്ചോ, അല്ലെങ്കിൽ രാത്രിയിലേക്കാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കി വെച്ചോ. കാരണം അതാണ് ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പാലിലേക്കും കൂടെ ഇറങ്ങി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഒരു 2 മണിക്കൂറെങ്കിലും അതിന് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ മധുരം എല്ലാം ഒന്ന് അതിലേക്ക് സെറ്റായിട്ട് കറക്റ്റായിട്ട് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് വരിക. അപ്പോൾ അതിനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് കാഷ്യൂനട്ടോ കിസ്മിസൊക്കെ ചേർത്തിട്ടൊന്ന് വറവ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെറുതെ നെയ്യൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പായസവും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ഒന്ന് ദം പൊട്ടിച്ചിട്ട് ഒന്ന് വിളമ്പട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ തന്നെ എനിക്ക് കുറച്ച് സമയം വീഡിയോക്കൊക്കെ ആവശ്യമായിട്ട് വന്നു എന്ന്. അതുകൊണ്ട് ഇന്ന് ഫുഡ് ആക്കലും കഴിക്കലും അതിനേ നേരം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെറുതായിട്ട് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊന്നുമല്ല, നമുക്കുള്ളതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും കൊടുക്കുമ്പോൾ അല്ലേ ഭയങ്കര സന്തോഷമാണ്. ഞാനത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ അത്. അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അല്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അവർക്കത് ഇഷ്ടപ്പെടുമ്പോൾ, അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരെപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു വേറെ ഫീൽ ഉണ്ടല്ലേ, ഒരു വൈബ് തന്നെയല്ലേ. എന്തുതന്നെയായാലും ഒരു ചെറിയ സമ്മാനം പോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫുഡായിട്ടോ അങ്ങനെ എന്തെങ്കിലും. പണ്ട് ഞാൻ അങ്ങനെയും കൊടുക്കുമായിരുന്നു കേട്ടോ. ഇഷ്ടമുള്ള ഫുഡ് ഇങ്ങനെ അറിയാതെ ഉണ്ടാക്കി വെക്കും, അറിഞ്ഞിട്ടും ഉണ്ടാക്കി വെക്കും, ചിലപ്പം അറിയാതെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട്, അങ്ങനെയൊക്കെ നമ്മളതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു കളറ്, ആ ഒരു ഭംഗി കൂട്ടും കേട്ടോ. ഒരു നമ്മളെ ലൈഫിലേക്ക്, അതായത് നമ്മൾ ആ ദിവസത്തിലേക്ക് നല്ലൊരു സന്തോഷം കൊണ്ടുവരും, ഭയങ്കര ഒരു സന്തോഷം കൊണ്ടുവരും. നമ്മളൊരു എന്താ പറയുക, ഒന്നുകൂടെ ഉറപ്പുള്ളതാവും നമ്മളെ ബന്ധത്തിന്. തന്നിട്ടില്ലെങ്കിൽ തന്നാലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ ഗിഫ്റ്റിന് വെഡിങ് ആനിവേഴ്സറി എന്നല്ല, അല്ലാതെ ഇപ്പോൾ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ വെറുതെ എങ്കിലും എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുക, എന്തെങ്കിലും ചെറുതായിട്ട്. ഇപ്പോൾ ഫുഡ് നമ്മളിപ്പോൾ കിച്ചണിൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫുഡ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും ഇല്ലേ, നമ്മളെ ബന്ധം നല്ല കളർഫുള്ളാവും കേട്ടോ, നല്ല ഭംഗിയുള്ളതാവും. ഒന്നുകൂടെ ഒരു സന്തോഷം കൂടെ അതിലേക്ക് കയറി വരും. കുറച്ച് ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ലൈഫ്, നമ്മൾ മിണ്ടാതെ അല്ലെങ്കിൽ ഒന്നിനും ഇല്ലാതെ അവരെ പാട്ടിന് നമ്മളെ പാട്ടിന്, ആ രീതിയിനേക്കാളും നല്ലത് എനിക്കിഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്തിട്ട് പോകുന്ന, മാഷാ അല്ലാഹ്, അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ നമ്മുടെ ലൈഫ് പോയിട്ടുള്ളത് കേട്ടോ. ഇനിയും അങ്ങോട്ടേക്ക് എല്ലാവരുടെ ലൈഫും, ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈഫ് അങ്ങനെ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റഫീഖാൻ്റെ അമ്മൂനും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് അവിടെ പറയാൻ വിട്ടുപോയേ. ഉമ്മ ഉറങ്ങിണീറ്റതാ നല്ല മാറ്റിച്ചോ.
നോ നാളും കൂടെ മുറിച്ചോ. ഓനക്ക് തന്നെ മുറിക്കണല്ലോ. ഹവ്യ തരൊന്നും മുറിക്കണില്ല. നിങ്ങൾ ഈ സൈഡ് മുറിച്ചോ. കത്തിയതാ ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. നല്ല ടേസ്റ്റ്. പപ്പ കൊടുക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ട് ഇന്നത്തെ ദിവസം നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ നേരത്തെ വൈകുന്നേരം റഫീഖാൻ്റെ അമ്മൂന്, ചെറിയ അമ്മോനും അമ്മായിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ സംസാരത്തിലായിപ്പോയി. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചു. അമ്മായി ഒരു സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാനതിൻ്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കത് വ്ളോഗിൽ ഉണ്ടാക്കാൻ ഞാനൊരു ദിവസം ഉണ്ടാക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇതില്ലേ ഹവ്വനിക്ക് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് തന്നൊരു കാർഡാണ് കേട്ടോ. ഇത് എഴുതിയത് ഇങ്ങനെയാണെങ്കിൽ വായിക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി തന്നെ വായിക്കണേ. അടിപൊളിയായിട്ടില്ലേ? സ്പെല്ലിംഗ് എല്ലാം നല്ല കറക്റ്റാണ് കേട്ടോ. പിന്നെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ അവരെ എന്താ പറയുക, വൈത്തിരി വീട്ടിലായിപ്പോയി കളറും സ്കെച്ച് എന്തൊക്കെയോ പറഞ്ഞു ഇതിൽ ഒട്ടിക്കേണ്ട സ്റ്റിക്കറൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കളർഫുള്ളാക്കാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹവ്വ ഇതിൽ ഒന്നും കളറൊന്നും അടിക്കാത്തതുകൊണ്ട്, സ്റ്റിക്കറൊന്നും ഒട്ടിക്കാത്തതുകൊണ്ട് അത്ര നന്നായിട്ടില്ല, വീഡിയോയിലൊന്നും കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും എനിക്കിത് ഭയങ്കര സ്പെഷ്യലായി, ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. പിന്നെ ഇതാ നല്ല അടിപൊളി കേക്കായിരുന്നു. നമ്മളെല്ലാവരും കേക്കെല്ലാം കഴിച്ചു. ഇനി എല്ലാവരും പായസമൊക്കെ കുടിക്കട്ടെ. സ്പാനിഷ് ഡിലൈറ്റ് ചെയ്യുന്നു കേട്ടോ. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വാങ്ങിക്കുന്ന ഒരു കേക്കൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കുക കേട്ടോ. അടിപൊളി കേക്ക്, അടിപൊളി ഫ്ലേവർ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു സബ്സ്ക്രൈബർ, ജംഷീന എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ കോഴിക്കോട് മാവൂരില്ല കേട്ടോ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു വ്യൂവറാണ് കേട്ടോ, നല്ലൊരു സബ്സ്ക്രൈബറാണ്. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെന്ന് തന്നെ പറയണം. എപ്പോഴും കമൻ്റ് ഇടും, ഓരോരോ കാര്യങ്ങൾ പറയും. എന്നെ പേഴ്സണലായിട്ടും കോണ്ടാക്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്യാൻസറായിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, ദുആ ചെയ്യണം. മറന്നുപോയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലത് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഞാനും കൂടെ പറയുകയാണെന്ന് മാത്രം. അറിയാലോ, ക്യാൻസർ എന്ന് പറയുമ്പോൾ കുറേ വേദന തിന്നിട്ടായിരിക്കും അവർ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിട്ടുണ്ടാവുക, ആ രീതിയിലെങ്കിലും. അപ്പോൾ ശരിക്കും മരണവാർത്ത അറിഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായി പോയി കേട്ടോ. പിന്നെ നമുക്ക് ദുആ ചെയ്യാം, നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഗിഫ്റ്റ് അൺബോക്സിങ് കാണിക്കുന്നില്ല കേട്ടോ. കാര്യം ഓൾറെഡി വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ്, കുറച്ച് അധികം ഗിഫ്റ്റ് തന്നെ ഉണ്ട് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നതും എല്ലാം കൂടായിട്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യുന്നതെല്ലാം കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തുതന്നെയാണെങ്കിലും എന്നെ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയിട്ടുള്ള പായസം ഒക്കെ പരീക്ഷിച്ച് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്ക് തന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോകണ്ട. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.